കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചയിൽ ഡിവോഴ്സ്. കലക്കൻ. അവിടെ തീർന്നുമല്ല. ഇനി ആരും അന്വേഷിച്ചു വരുന്നില്ല. ഒരാളുടെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ കുലത്തൊഴിൽ. കുലമഹിമ എന്നൊക്കെ പറയും പോലെ അവരുടെ ഒരു ദേവദാസി മറ്റേ ഫാമിലി. എനിക്കിത് കേട്ടിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടോ? ഗ്രാമങ്ങളുടെ ഇന്ത്യ നമ്മൾ കണ്ടെത്തണ ഗ്രാമങ്ങൾ. നിനക്ക് പിന്നെ പോവാൻ തോന്നിയില്ലേ? തോന്നി. അവളെ മറക്കാൻ വേറൊരു ഫീലാണ്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഐ ലോസ് മൈ സെൽഫ്. ഈ 2 ആഴ്ച ഞാൻ ഡിവോഴ്സ് ഒക്കെ ഒരിക്കലും നടക്കാത്ത കാര്യമല്ലേ. ഇവന്റെ കാര്യം ഉണ്ടൊന്നും പറയാനും പറ്റൂലോ. പുല്ലും 1 മണിയായ നീ ഉറങ്ങിയില്ലല്ലേ? എങ്ങനെ ഉറങ്ങാന്? എന്ത് പൊളിയാണല്ലേ. എത്ര ടൈപ്സ് ഓഫ് ചിക്സ് ആണല്ലേ മച്ചാനെ. ഇവൻ തള്ളിയായിരിക്കോ? ഏയ് അവനാ കഥ പറഞ്ഞപ്പോ അവന്റെ മനസ്സിൽ വന്ന ഫീലിങ്സ് കണ്ടില്ലേ? സത്യം. അതാണ്. അതെ, നമുക്ക് പോയാലോ അങ്ങോട്ട്? അതിൽ സംശയമില്ല, നമ്മൾ എന്തായാലും പോകും. ഇപ്പൊ അന്വേഷിക്കാനാണെങ്കിലും പോകും. നോക്കണത് മധ്യപ്രദേശ് ഹണിമൂൺ. ഇതാരാ വിളിക്കണേ നോക്കി. ഒലക്കുട്ടി. ഹലോ. നീയൊന്നും ഉറങ്ങി കാണൂലെന്ന് എനിക്കറിയാം. അല്ല, നീ എന്താ ഉറങ്ങാത്ത? അല്ല, അത് പിന്നെ സൂര്യ പറഞ്ഞ ശരിയാണോ നോക്കാനേ ഞാൻ നെറ്റില് തപ്പായിരുന്നു. സംഭവം ശരിയാടാ. കൊറേ റിലേറ്റഡ് ടോപ്പിക് ഒക്കെ കിട്ടി. എല്ലാം പെശക. ഇവിടെ ഒരുത്തന്തേ ഗജറാഹ മൊത്തം ഗൂഗിൾ ചെയ്ത് നോക്കണ്ട്. തോന്നി. അതെ, നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? നാളെ പറയാടാ. ഗുഡ് നൈറ്റ്. വൈഫ് ഓൺ റെന്റ് ഇൻ മധ്യപ്രദേശ്. ദദീച്ച പറാഠ. ഇതെന്താണെന്നറിയോ? നീ ഒന്ന് പോയേ. ഇത്ര നേരിട്ട മനുഷ്യനോട് കമ്പനി അടിച്ചിരിക്കുന്നു. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇനി മധ്യപ്രദേശ് അങ്ങോട്ട് സെറ്റ് ചെയ്യട്ടെ. ഏഞ്ചൽ, ഡിവോഴ്സ് ജോയിന്റ് പെറ്റീഷനാണ്. ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. എനിക്കറിയാം. എനിക്കും കിട്ടാനുള്ളതല്ലേ. 3 മാസം. സംഗതി കൊള്ളാം. കതിരാവൻ പരിപാടിയൊക്കെ എനിക്കിഷ്ടമായി. പക്ഷെ എനിക്കെന്തായാലും വരാൻ പറ്റില്ല. കാരണം എനിക്ക് ആ മറ്റേ ജോയിന്റ് പെറ്റീഷൻ്റെ പ്രോഗ്രാം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അതങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ആണെങ്കിലും പോകാം. ജോബെ, നീ ഇല്ലാണ്ട് എന്ത് യാത്രയാടാ? ഞാൻ പറഞ്ഞില്ലേ, ആ ഐറ്റത്തിന് ഈ കേസ് ഒഴിവാക്കി ഈ കടയും വിറ്റ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ബംഗാൾ ഉൾക്കടലിലേക്ക് വേണമെങ്കിൽ വരാം. എന്നാ ശരി, നമുക്ക് പോയിട്ട് വരാം. ബംഗാൾ ഉൾക്കടലിലേക്ക് നമുക്ക് പോയി വന്നിട്ട് പോവാം. അല്ല വെച്ചാൽ ഉൾക്കടൽ ട്രിപ്പൊക്കെ വൈകൂലേ? ഇത് എത്ര ദിവസം എടുക്കും? ഇതൊരു 10 ദിവസം എന്തായാലും എടുക്കും. 10 ദിവസം ഒന്നും പോരാ, അതിലും കൂടുതൽ എടുക്കും. ഒരു 11, 12, 13 ദിവസം കൂട്ടിക്കും. ചിലപ്പോ അതിലും കൂടും. ഞാനൊന്ന് ആലോചിക്കട്ടെ. വേണ്ട ബ്രോ, വരണ്ട. ശരിയാവില്ല. അതല്ലേ ഇമ്പോർട്ടന്റ്. അതൊക്കെ ചെയ്ത് കാര്യങ്ങൾ നടക്കട്ടെ. നമുക്ക് പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് വന്നിട്ടൊക്കെ നമുക്ക് ബംഗാളിലേക്ക് പോവാം. കുഴപ്പമൊന്നുമില്ല. എടാ, എന്ത് പരിപാടിയാ എന്നെ കൂടാതെ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുണ്ടോ? അപ്പൊ അതിന്റെ മന്നം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ട്രാവൽ പ്ലാൻ ഉണ്ടാക്കാം. ഒരു ലോ ബഡ്ജറ്റ്, പെർ ഡേ 1500 പെർ പേഴ്സൺ, അക്കോമഡേഷൻ, പെട്രോൾ ഇൻക്ലൂഡഡ്. ഒരു 1500 രൂപയെ ട്രൈ ചെയ്ത് നോക്കാൻ മച്ചാനെ. അത് മതി, അതാ രസം. അങ്ങനെയാണെങ്കിൽ റൂട്ട് നമുക്ക് വയനാട്, മൈസൂർ, ഹൂബ്ലി, ഇൻഡോർ, ഖജറാവോ. ഇൻഡോർ വഴിയാണോ പോണത്? കിടലൻ റൂട്ടാ. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനെയും കാണാൻ കയറായിരുന്നു. ബെസ്റ്റ്. എന്നാ മോനെ അവിടെ ചെന്നിട്ടേ അവിടെ തന്നെ അങ്ങോട്ട് കൂടിക്കും.